Hi friends, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഡ് വർക്ക് ആണ്. ഇത് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ഷുഗർ ബീഡ്സ്, പിന്നെ ബ്ലൂ കളർ ഷുഗർ ബീഡ്സ്, പിന്നെ സാധാരണ വൈറ്റ് കളർ ബീഡ്സ് ആ ഫ്ലവറിന്റെ സെന്ററിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബ്ലൂ കളർ നൂലാണ് യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന നൂലാണ്. ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് ചുരിദാറിൻ്റെ നെക്കിൻ്റെ ഒരു സൈഡിലാണ്. ആദ്യം ഫ്ലവർ ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് സെൻറ്ററിൽ വൈറ്റ് ബീഡാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു വൈറ്റ് ബീഡ് വെച്ചിട്ട് അത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്യണം. ഈ വൈറ്റ് കളർ ബീഡ് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റിലും ബ്ലൂ കളർ ഷുഗർ ബീഡ്സ് ആണ് വയ്ക്കുന്നത്. അത് എത്രയാണ് വേണമെന്നുള്ളത് ഈ വൈറ്റ് ബീഡിൻ്റെ സൈസിനനുസരിച്ച് വ്യത്യാസം വരും. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് റൗണ്ടിൽ പിടിച്ച് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യണം. ഈ ബ്ലൂ കളർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് 2-3 ബീഡ്സ് വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ട് അത് ഫിക്സ് ചെയ്യണം. നെക്സ്റ്റ് ഇതിൻ്റെ പെറ്റൽസ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരു 6 to 8 ബീഡ്സ് വരെ ഇതിന് യൂസ് ചെയ്യാം. ഒരു 3 സെറ്റായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. 3 സെറ്റിലും ചിലപ്പോൾ ബീഡ്സ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് 6 to 8 എന്ന് പറഞ്ഞത്. കാരണം ചില ബീഡ്സ് നീളം കൂടി സിലിണ്ടർ ബീഡ് പോലെയാണുള്ളത്, ചില ബീഡ്സ് തീരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തേന് 8 വെച്ചാലും പിന്നെ ചിലപ്പോൾ 6 ബീഡ്സ് ആകുമ്പോൾ സെയിം സൈസ് വന്നു എന്നിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ സൈസ് അത് കറക്റ്റ് വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റിച്ച് കൊടുത്ത് അത് ഫിക്സ് ചെയ്യണം. ബീഡ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ 2 സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു സ്റ്റിച്ചാണ് അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നത്. ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ലീഫാണ് ചെയ്യുന്നത്. ലീഫും സ്റ്റിച്ച് ചെയ്യുന്നത് സെയിം മെത്തേഡാണ്. ആദ്യം ഒരു സെറ്റ് ഓഫ് ബീഡ്സ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ സെറ്റ് ഓഫ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ കുറച്ച് മാറ്റിയിട്ട് ചെയ്തു തുടങ്ങണം. അതായത് ഒരു 2 ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ട് അടുത്ത സെറ്റ് സ്റ്റിച്ച് ചെയ്യണം.